ഇസ്രയേൽ ഇറാനിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പുറത്തുവിട്ട തെളിവുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇറാനെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ നാശനഷ്ടങ്ങളൊന്നും വിലയിരുത്താൻ പറ്റുന്നതല്ല എന്നതാണ്, പ്രത്യേകിച്ച് ഫോർദോ ആണവ നിലയത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പറ്റാത്തതാണ്. ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഉൾപ്പെടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും വ്യക്തമാക്കി. മാത്രമല്ല, ഭൂഗർഭ കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിച്ചിട്ടില്ല എന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചു. മാത്രമല്ല, AIEAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിന്റെ അടിയന്തര യോഗത്തിൽ വെച്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായും ഇവർ വ്യക്തമാക്കി. ഫോർദോ സെന്ററിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണിപ്പോൾ. അത് പരിശോധിച്ചാൽ അതിൽ നിന്നും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭൂമിക്ക് ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന യുദ്ധോപകരണങ്ങളുടെ പ്രയോഗം കൊണ്ട് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ സാധ്യതയുള്ള ഗർത്തങ്ങളാണ് ഇവയെന്നും സൂചിപ്പിക്കുന്നു. വ്യോമാക്രമണത്തിൽ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന സ്ഫോടനാത്മക പെലോഡുകളും ട്രാൻസ്ഫ്യൂജുകളും എല്ലാം തന്നെ കനത്ത വൈബ്രേഷൻ സെൻസിറ്റീവ് സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതായി ഇവർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം US ആധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതും ഇസ്രയേലിനെ തകർക്കാൻ പറ്റാത്ത ആണവ നിലയമാണ്. ടെഹ്റാനിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ ഫോർദോയിൽ കൂറ്റൻ പർവ്വതത്തിന് അടിയിലായി ഇറാൻ പണി കഴിപ്പിച്ചതും ഭൗമ ഉപരിതലത്തിൽ നിന്നും 80 മുതൽ 300 അടി വരെ താഴ്ചയിലാണ് ഈ നിലയം സ്ഥിതി ചെയ്യുന്നതും. ഫോർദോയെ തകർക്കാൻ തക്ക ശക്തമായ ആയുധങ്ങളൊന്നും തന്നെ ഇസ്രയേലിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ അമേരിക്കയെ രംഗത്തിറക്കുകയും ചെയ്തു. ഞായറാഴ്ചത്തെ അമേരിക്കൻ ആക്രമണത്തിൽ ഫോർദോയുടെ പ്രവേശന കവാടത്തിന് സമീപം കേടുപാടുകൾ ഉണ്ടായതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പ്രചരിക്കുകയാണ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് തുരന്നുകൊണ്ട് ആഴത്തിലേക്ക് പോയി സ്ഫോടനത്തിലൂടെ ലക്ഷ്യം ഭേദിക്കാൻ ശേഷിയുള്ള ബോംബുകളായിരുന്നു ബങ്കർ ബസ്റ്ററുകൾ. ആഴത്തിലുള്ളതും അതുപോലെ തന്നെ ബലപ്പെട്ടതുമായ ബങ്കറുകളും അല്ലെങ്കിൽ തുരങ്കങ്ങളും ആക്രമിക്കാൻ ശേഷിയുള്ള GBU-57AB മാസീവ് ഓർഡിനൻസ് പെനേറ്റർ ബോംബാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നതും. 2011 നിർമ്മിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നതും. 13,600 കിലോ ഭാരമുള്ളവയാണിവ. 2,700 കിലോഗ്രാം സ്ഫോടക വക ശേഷിയുമുണ്ട് ഇതിന്. 61 മീറ്റർ തുരന്നുപോയി തന്നെ സ്ഫോടകം നടത്താനും സാധിക്കുന്ന ബോംബുകളായിരുന്നു ഇവ. മാത്രമല്ല, ഇറാനിൽ കനത്ത ആക്രമണം നടത്തുകയാണ് ഇപ്പോഴും ഇസ്രായേൽ. ഇറാനിലെ 6 വിമാനത്താവളങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടതും. അതുപോലെ 15 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇസ്രായേൽ സേന അടിച്ചു തരിപ്പണമാക്കി. ആക്രമണത്തിൽ റൺവേകൾ, ഭൂഗർഭ ബങ്കറുകൾ, അതുപോലെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം, ഇറാനിയൻ ഭരണകൂടത്തിന്റെ F-14, F-5 അതുപോലെ AH-1 വിമാനങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. IDF Xലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്നതാണ് കണക്കാക്കപ്പെടുന്നതും. മാത്രമല്ല, ടെഹ്റാനിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ വിമാനത്താവളങ്ങളെ ഉൾപ്പെടെയാണ് IDF ലക്ഷ്യം വെച്ചതും. ഇവിടെ കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുകയും ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയരുന്ന അല്ലെങ്കിൽ അതിന്റെ കഴിവ് അവയെല്ലാം തന്നെ ഇറാനിയൻ സൈന്യത്തിന്റെ വ്യോമശക്തിയുടെ പ്രവർത്തനവും വ്യോമസേന തടസ്സപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ഇറാനിലെ കോർമാഷ പ്രദേശത്ത് 15ലധികം IDF യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി. ഇസ്രായേൽ പ്രദേശത്ത് ലക്ഷ്യമിട്ടുള്ള നിരവധി ഉപരിതല മിസൈൽ വിക്ഷേപണ സംഭരണ കേന്ദ്രങ്ങളടക്കം നിർവീര്യമാക്കിയെന്നും അവർ ടെലഗ്രാമിലൂടെ പങ്കുവച്ച ഒരു സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.